ഹായ് ഓ ദിസ് ഈസ് മീ അരുൺ ഹിയ 75 ഹാർഡ് ചലഞ്ച്. ഞാനിത് ഓൾറെഡി ഒരു 2 തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഫെയിലിയർ ആയി പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം നല്ല രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് ഒരു 50 ഡേയ്സിന് മുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കൈ ഫ്രാക്ചർ ആകുകയും നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എന്നാൽ എക്സാക്ട്ലി ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഇത് ചെയ്യുകയാണ്. എന്താണ് ഈ 75 ഹാർഡ് ചലഞ്ച് എന്നുള്ളത്? ആദ്യം തന്നെ ഈ 75 ഹാർഡ് ചലഞ്ച് എന്ന് പറയുമ്പം പലരും വിചാരിക്കുന്നത് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നതാണ് പലരും വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നല്ല രീതിയിൽ നടക്കും. പക്ഷെ അതിലുപരി നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അതായത് നമുക്കൊരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആണ്, ഇല്ല പറ്റുന്നൊരു ചലഞ്ചാണ് 75 ഹാർഡ് ചലഞ്ച് എന്നുള്ളത്. ഇതിന് ബേസിക്കലി 5 റൂൾസ് ആണുള്ളത്. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ 2 തവണ വർക്കൗട്ട് ചെയ്യണം. അത് 45 മിനിറ്റ്സിൻ്റെ മിനിമം വർക്കൗട്ട് ആയിരിക്കണം. ഒരെണ്ണം ഔട്ട്ഡോറും ആയിരിക്കണം എന്നുള്ളത്. ഞാനിത് ഫസ്റ്റ് ചെയ്തപ്പം ഞാനെന്നൊരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ബേസിക്കലി ഒരു ട്രേഡറാണ്. അപ്പോൾ ട്രേഡർ നമ്മൾ ഫുൾ ടൈം നമ്മൾ സിസ്റ്റത്തിലും ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് റൂമിൽ കുറേ ഒതുങ്ങിക്കൂടി ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ആക്ച്വലി ട്രേഡേഴ്സ് നോർമലി. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ നടക്കാൻ, അത് ജസ്റ്റ് ലൈക്ക് വോക്കിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് നേച്ചറുമായിട്ട് നമുക്ക് കുറേ അധികം ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും ആൻഡ് ഓൾസോ നമുക്കുണ്ടാകുന്ന ഈ ഫ്രസ്ട്രേഷൻ, പ്രഷർ എല്ലാം നമുക്ക് ഈ ഒരു വോക്കിലൂടെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഔട്ട്ഡോർ വർക്കൗട്ട് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ചേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും തരും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ ഒരു 24 hours ഉണ്ടെങ്കിൽ ഇതിൽ പകുതി ഇല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 60% 70% ടൈം നമ്മൾ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, അതിൽ കൂടുതൽ ലെറ്റ്സ് സേ 95% ടൈമും അടച്ചിട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് ഒരാൾ കാറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതോടെ കഴിഞ്ഞാൽ 95% പ്ലസ് ഈസിലി ഇത്രയും തന്നെ ആയിരിക്കും. സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് 2 നേരം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഒരെണ്ണം ഔട്ട്ഡോർ കമ്പൽസറി ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് 3 to 4 liters ഓഫ് വെള്ളം നമ്മൾ കുടിക്കണം. ഏറ്റവും പാടുള്ളൊരു കാര്യമാണ്. ഇതിലൊക്കെ കൺസിസ്റ്റൻസി കൊണ്ടുവരിക എന്നതാണ് ഇതിലെ കാര്യം. എല്ലാ ദിവസവും നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക. ജങ്ക് ഫുഡ്സ്, ആൽക്കഹോൾ ഇതൊന്നും പാടില്ല എന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ എല്ലാ ദിവസവും ഒരു 10 പേജസ് മിനിമം നമ്മൾ ബുക്സ് വായിക്കുക. അതും സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്സ് തന്നെ ആയിരിക്കണം നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ളത്. ഇതെല്ലാം പക്കായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ അതും 75 ദിവസം നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേ അധികം ചേഞ്ചസ് വരുമെന്നേ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ, നാളെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ പല കാര്യങ്ങൾ. ബുക്ക് വായിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും. ഇത് എന്നാൽ നമ്മൾ ചെയ്തിട്ടില്ല. എന്താ, നമ്മൾക്ക് നാളെ ചെയ്യാം, നെക്സ്റ്റ് ഡേ എന്ന് നമ്മൾ ഇങ്ങനെ നീട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഇല്ലേ? അതേസമയം നമ്മൾ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ ജങ്ക് ഫുഡ്സ് ആകാം, ഇല്ല പാർട്ടീസ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടായിരിക്കും ചില സമയങ്ങളിൽ എപ്പോഴെങ്കിലും. പക്ഷെ നമ്മളത് മാറ്റുകയില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ടാണ് ഈ പറയുന്ന 75 ഹാർഡ് ചലഞ്ച് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു 3rd ടൈമാണ് എൻ്റെ ഇത് അറ്റംപ്റ്റ് നടക്കുന്നത്. സോ ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന നേരത്ത് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ തന്നെ അതിൽ 600+ ആൾക്കാർ ഒരുമിച്ച് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. ആ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കും നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി. ഡു ജോയിൻ ദെയർ. മൈറ്റ് ബി ഞാൻ എൻ്റെ Day 1 ആണ് 8th April. സോ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ മൈറ്റ് ബി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് പിന്നീടാകാം, ഇല്ലെങ്കിൽ പിന്നീടായിരിക്കാം ജോയിൻ ചെയ്യുന്നത്. ലൈക്ക് April 15, 20 മെയ് ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിൽ തന്നെ നിങ്ങൾ അന്ന് Day 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ബൈ.